വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പപ്പിയും സത്യയും കൂടി ആ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. നാളത്തെ കാര്യം ആലോചിച്ച് എനിക്കങ്ങോട്ട് ടെൻഷനാണെന്ന് സത്യ പറയുമ്പോൾ അതെന്താ നാളെയും ചോദിക്കുമ്പോൾ നാളെ അല്ലേ ഫാദേഴ്സ് ഡേ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഓ അങ്ങനെ എന്ന് പറയുകയാണ്. പപ്പിയാണെങ്കിൽ വളരെ കൂളായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ സത്യമാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. അന്നേരം രമേശിൻ്റെ മുമ്പിൽ ഞെളിഞ്ഞ് നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ മതിയാകും എന്ന് പറയുകയാണ്. അന്നേരം പപ്പി പറയുന്നുണ്ട് എഴുതാനുള്ളതൊക്കെ എനിക്ക് അങ്ങോട്ട് അയച്ചു തരണേ, ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ്. ഈ സമയത്ത് സെക്യൂരിറ്റി വന്നിട്ട് പപ്പിയെ പ്രിൻസിപ്പൾ വിളിക്കുന്നു, ടീച്ചർ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അന്നേരം പപ്പി പോകുമ്പോൾ സത്യ ആലോചിക്കുകയാണ്, പപ്പി എന്നെ വെറുതെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അച്ഛൻ്റെ പേരെങ്കിലും അറിയായിരുന്നെങ്കിൽ, എനിക്ക് അച്ഛൻ്റെ പേര് പോലും അറിഞ്ഞുകൂടാ, പേരറിയായിരുന്നെങ്കിൽ എൻ്റെ പേരും കൂടി ചേർത്താൽ രമേശ് ചോദിച്ചപ്പോൾ പറയാമായിരുന്നു. ഇനിയിപ്പോൾ എന്താ വഴിയെന്ന് ആലോചിച്ചിട്ട് ഇവിടുത്തെ സ്കൂൾ രജിസ്റ്ററിൽ അച്ഛൻ്റെ പേര് കാണുമല്ലോ, എന്തെങ്കിലും ഒരു പേര് എന്തായാലും കാണാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് തപ്പി നോക്കാമെന്നും പറഞ്ഞിട്ട് ഈ സത്യയാണെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് സത്യയാണെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ പ്രിൻസിപ്പൾ എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുടർന്ന് സത്യ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് പ്രിൻസിപ്പളിനൊരു കോൾ വരുമ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തരാം സാറെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ പ്രിൻസിപ്പൾ ഫോൺ വെച്ചിട്ട് തൻ്റെ പേഴ്സിൽ നിന്നും എന്തോ ഒരു റെസിപ്റ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് പേഴ്സ് അവിടെ മേശപ്പുറത്ത് കുറേ രജിസ്റ്റർ ഇരിക്കുന്നതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പ്രിൻസിപ്പൾ ഫോണും കൊണ്ടങ്ങ് പോവുകയാണ്. അതേസമയം സത്യ വിചാരിക്കുന്നുണ്ട് കുട്ടികളെ ചേർക്കുന്ന രജിസ്റ്ററിൽ എന്തായാലും അച്ഛൻ്റെ പേര് കാണുമല്ലോ, അത് എങ്ങനെയാണ് ഒന്ന് തപ്പുക, എൻ്റെ രജിസ്റ്റർ തന്നെ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രിൻസിപ്പൾ വെളിയിലേക്ക് പോയ തക്കം നോക്കി അകത്തേക്ക് കിടക്കുകയാണ്. തുടർന്ന് ഇങ്ങനെ പക്ഷേ ആ പേഴ്സ് ആണെങ്കിൽ ഈ കുട്ടി ശ്രദ്ധിക്കുന്നില്ല. തുടർന്ന് ആ രജിസ്റ്റർ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഈ പേഴ്സ് അങ്ങ് തറയിലേക്ക് വീഴുകയാണ്. അതിൽ നിന്ന് ചില്ലറ പൈസയും നോട്ടും എല്ലാം കൂടെ അങ്ങോട്ട് താഴെ വീഴുന്നുണ്ട്. അന്നേരം അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് സത്യമാണെങ്കിൽ ഇതെല്ലാം പറക്കിയെടുത്ത് ഈ പേഴ്സിനകത്തേക്ക് വെക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രിൻസിപ്പൾ വരികയാണ്. അന്നേരം പ്രിൻസിപ്പൾ നോക്കുമ്പോൾ സത്യയുടെ കയ്യിൽ പേഴ്സും പൈസയും ഒക്കെ ഇരിക്കുന്ന കാണുകയാണ്. അന്നേരം സത്യഭാമ എന്നിങ്ങനെ വിളിക്കുമ്പോൾ സത്യം ആകെ പേടിച്ചു പോകുന്നുണ്ട്. അന്നേരം നീ മോഷ്ടിക്കാൻ നോക്കുകയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അയ്യോ അതിനല്ല ഞാൻ പേഴ്സ് എടുത്തതെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് പേഴ്സ് എടുക്കുന്നത്, ഞാൻ കണ്ണുകൊണ്ട് കൈയോടെ പിടിച്ചതല്ലേ, പിന്നെ നിന്ന് ചിണുങ്ങുന്നോ എന്ന് പറയുകയാണ്. അല്ലെങ്കിലും വലിയ വീട്ടിലെ കുട്ടികൾക്ക് തന്നെയാണ് ഇപ്പോൾ മോഷണ ശ്രമം കൂടുതൽ, ഇതിപ്പോൾ തന്നെ ഞാൻ ശരിയാക്കി തരാം, നിൻ്റെ വീട്ടിൽ അറിയിക്കും എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് പറയട്ടെ ടീച്ചറെ എന്നൊക്കെ ഈ സത്യം പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഒന്നും പറയണ്ട, എൻ്റെ അമ്മ വരട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രിൻസിപ്പൾ ആണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുകയാണ്. ഹലോ ശാലിനി മാഡം അല്ലേ, അന്ന് അത്യാവശ്യമായിട്ട് സ്കൂളിൽ വരണം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ തന്നെ എത്തണമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. തുടർന്ന് സത്യയോട് വീണ്ടും ഈ പ്രിൻസിപ്പൾ അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ്. നിൻ്റെ അമ്മ വരട്ടെ, ബാക്കി അമ്മ വന്നിട്ടാകാമെന്ന് പറയുകയാണ്. അന്നേരം ഈ സത്യമാണെങ്കിൽ ആകെ പേടിച്ചും ടെൻഷനിലും ഒക്കെ നിൽക്കുകയാണ്. തുടർന്ന് ശാലിനി സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. അന്നേരം സത്യമാണെങ്കിൽ ക്ലാസ്സിന് വെളിയിൽ ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. അന്നേരം മോളെ എന്തെന്നെ അച്ഛൻ വിളിപ്പിച്ചത്, എന്താ കാര്യം ചോദിക്കുമ്പോൾ സത്യ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അന്നേരം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് വരികയാണ്. സത്യ ഞാൻ കാണാതെ എൻ്റെ പേഴ്സ് എടുത്തു, ഇനി പണം മോഷ്ടിക്കാനാണോ എന്നൊന്നും അറിയില്ല, ഞാൻ വരുമ്പോൾ എൻ്റെ പേഴ്സും കയ്യിൽ പണവുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത്, ഇതിൽ നിന്ന് ഞാൻ എന്താ വിചാരിക്കേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു പ്രിൻസിപ്പളത്തി ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. അന്നേരം ശാലിനി അങ്ങ് ആകെ അന്തം വിടുന്നുണ്ട്. ശാലിനി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അച്ഛൻ്റെ മുറി കയറിയത്, എന്തിനാ എന്നൊക്കെ 2-3 വട്ടം ചോദിക്കുമ്പോഴും ഈ സത്യം മിണ്ടുന്നില്ല. തുടർന്ന് കവളിലൊക്കെ പിടിച്ച് ഇങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അമ്മ ഞാൻ പൈസ എടുക്കാനല്ല പേഴ്സ് എടുത്തതെന്ന് പറയുമ്പോൾ ഇനി നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് ശാലിനിക്ക് ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് ടീച്ചർ പറയുന്നുണ്ട് ഇതിപ്പോൾ ചില കുട്ടികളിൽ കാണുവരുന്ന ഒരുതരം മെൻ്റൽ പ്രോബ്ലമാണ്, ചിലപ്പോൾ വീട്ടിൽ നിന്നും ക്യാഷ് എടുക്കാറുണ്ടായിരിക്കും, ചെറിയൊരു കൗൺസിലിങ്ങിലൂടെ ഇത് മാറ്റാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴാണ് ശാലിനിക്ക് ദേഷ്യം വരുന്നത്. അന്നേരമാണ് സത്യയോട് ഇനി നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ടീച്ചറോട് സോറി പറയുകയാണ്. സോറി മാഡം, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ പിടിച്ചു വലിച്ച് ദേഷ്യത്തോടെ ഈ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. തുടർന്ന് ശാലിനി ആദ്യം ദേഷ്യപ്പെടുന്നുണ്ട്, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിച്ചത്, എന്തിനാ ഈ ശീലങ്ങളൊക്കെ പഠിച്ചു വെച്ചത്, അവരുടെ മുമ്പിൽ അമ്മ എത്രത്തോളം ചെറുതായെന്നറിയാമോ, നീ എന്തിനാ പേഴ്സ് എടുത്തതെന്ന് ചോദിക്കുമ്പോൾ സത്യ പറയുന്നുണ്ട് ഞാൻ പേഴ്സ് എടുക്കാനോ പൈസ മോഷ്ടിക്കാനോ ഒന്നും കയറിയതല്ല, പിന്നെ നാളെ ഫാദേഴ്സ് ഡേ അല്ലേ, അപ്പോൾ എല്ലാവരും അച്ഛനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേരെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ, അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കാനായിട്ട് കയറിയതാണ്, അതിലപ്പോൾ അച്ഛൻ്റെ പേരുണ്ടാകുമല്ലോ, അപ്പോൾ അത് നോക്കുന്ന ഇടയ്ക്ക് രജിസ്റ്റർ എടുത്തപ്പോൾ മുകളിലിരുന്ന പേഴ്സ് താഴെ വീണതാണ്, അപ്പോഴത്തേക്ക് എച്ചമ്മ കയറി വരികയും ചെയ്തു എന്ന് പറഞ്ഞിങ്ങനെ കുട്ടി പറയുമ്പോൾ ശാലിനിക്ക് ആകെ സങ്കടം വരികയാണ്. ശാലിനി അങ്ങ് കരച്ചിലിൻ്റെ കോളം എത്തുന്നുണ്ട്. അന്നേരം ശാലിനി ആണെങ്കിൽ തറയിൽ ഇങ്ങനെ കുട്ടിയുടെ ലെവലിലേക്ക് ഇങ്ങനെ മുട്ടുകുത്തി ഇരിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട് അമ്മ ഇതിൻ്റെ പേരിൽ എന്നോട് പിന്നെ വഴക്കിടുകയൊന്നും വേണ്ട, വഴക്കിട്ടൊന്നും ഇരിക്കല്ല്, അമ്മ കൂടി പിണങ്ങിയാലാണ് എനിക്ക് വിഷമമാവുന്നത്, അച്ഛനില്ലാത്ത കുട്ടിയല്ലേ അമ്മേ ഞാൻ, അമ്മ എത്ര ചോദിച്ചാലും പറയില്ലല്ലോ, ശാരദാമ്മയും പറയില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്നിങ്ങനെ കുട്ടി സങ്കടത്തോടെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ കുട്ടിയെ തലോടിയിട്ട് അച്ഛൻ്റെ സ്നേഹം കൂടി അമ്മ തരുന്നില്ലേ
പിന്നെയും ചോദിക്കുകയാണ്. അന്നേരം ഫാദേഴ്സ് ഡേക്ക് അമ്മ വന്നാൽ പോരല്ലോ, അച്ഛൻ തന്നെ വരേണ്ടത്, പിന്നെന്താന്നിങ്ങനെ ഈ കുട്ടി ചോദിക്കുകയാണ്. അന്നേരം ഈശ്വര, സത്യയുടെ ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയാനാകുന്നില്ലല്ലോ വിഷ്ണുവേട്ടാ, ഞാൻ എന്താ പറയേണ്ടതെന്നൊക്കെ ശാലിനി ഇങ്ങനെ മനസ്സിലാലോചിക്കുമ്പോൾ അമ്മ എന്താ ആലോചിക്കുന്നത്, എനിക്ക് സങ്കടമൊന്നുമില്ല എന്നിങ്ങനെ സത്യ പറയുകയാണ്. അന്നേരവും ശാലിനി മനസ്സിൽ കരുതുന്നുണ്ട്, സങ്കടമില്ല എന്ന് പറയുന്നത് എന്നെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയില്ലേന്നും പറഞ്ഞ് കുട്ടിയെ കെട്ടിപ്പിടിച്ചങ്ങ് ശാലിനി കരയുകയാണ്. സത്യ പക്ഷേ കരയുന്നില്ല. സത്യ ആകെ ഒരു വിഷമിച്ച അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് രാത്രിയാണ് കാണിക്കുന്നത്. വിഷ്ണു ആണെങ്കിൽ ആ മുകളിലത്തെ ബാൽക്കണിയിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. തൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയതിലും ഒരുപാടൊക്കെ വിഷമിക്കുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കും പോലെ ജീവിക്കാനായിട്ട് സാധിക്കില്ലല്ലോ, എല്ലാവരും ആഗ്രഹങ്ങൾ പൂർത്തിയാകാതെയൊക്കെ ജീവിക്കുന്നില്ലേ, അതുപോലെ ഒരാളായിട്ട് ഞാനും അങ്ങ് ജീവിച്ച് പോകും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ശാലിനിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ പപ്പി ഓടി വരുന്നുണ്ട് വിഷ്ണു അച്ഛാന്നും പറഞ്ഞിട്ട്. അന്നേരം വിഷ്ണു അച്ഛൻ ആരെക്കുറിച്ച് ആലോചിച്ചെന്ന് ചോദിക്കുമ്പോൾ വെറുതെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചെന്ന് പറയുമ്പോൾ ചേച്ചിയമ്മയെക്കുറിച്ചല്ലേ ആലോചിച്ചത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ നോക്കിയാണ്. പക്ഷെ ഞാൻ ആലോചിച്ചത് സത്യയെക്കുറിച്ചാണ്, സത്യയ്ക്ക് ആകെ സങ്കടമാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അതെന്താ ഇപ്പോൾ സത്യയ്ക്ക് സങ്കടം, സത്യ വിളിച്ചിരുന്നോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം നാളെ ഫാദേഴ്സ് ഡേ ആണ്, എൻ്റെ കൂടെ അച്ഛൻ വരുന്നുണ്ട്, പക്ഷേ സത്യയ്ക്ക് അച്ഛനില്ലല്ലോ, അച്ഛനാണെങ്കിൽ കൂടെ വരാനും പറ്റില്ല, അതുകൊണ്ട് സത്യ ആകെ വിഷമിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതിനിപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക മോളെ എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ഞാനൊരു ഐഡിയ പറയട്ടെ എന്നിങ്ങനെ പപ്പി ചോദിക്കുമ്പോൾ നിൻ്റെ ഐഡിയ അല്ലേ, എന്തെങ്കിലും കുഴപ്പം പിടിച്ച ഐഡിയ ആയിരിക്കും എന്നും പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ കയ്യും കെട്ടി ചാരി നിൽക്കുകയാണ്. അന്നേരം ഇച്ചിരി കുഴപ്പം പിടിച്ച ഐഡിയ ആണ്. പിന്നെ സത്യയ്ക്ക് അച്ഛനില്ല, അച്ഛനെ കൊണ്ടുവരാനായിട്ട് കഴിയില്ല എന്നതല്ലേ സത്യയുടെ വിഷമം, പക്ഷേ സത്യയുടെ അച്ഛനായിട്ട് വിഷ്ണു അച്ഛന് വന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ഇത് കേട്ടുകൊണ്ട് അവിടെ അങ്ങോട്ടത്തേക്ക് നടന്നു പോകുന്ന സത്യഭാമ ഇത് കേട്ടുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ സത്യഭാമ ഇവർ രണ്ടുപേരും കാണുന്നില്ല. അന്നേരം കൈയും കെട്ടി നിന്ന വിഷ്ണുവിൻ്റെ കൈ ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് അയയുകയാണ്. വിഷ്ണു ആകെ അങ്ങ് അന്തം വിടുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, വിഷ്ണു അച്ഛൻ വന്നാൽ സത്യയ്ക്ക് ആകെ സന്തോഷമാവെന്ന് പറയുമ്പോൾ അയ്യോ അതെങ്ങനെയാ മോളെ, അതൊക്കെ ആകെ പ്രശ്നമാവും, അന്ന് ശരിയാവില്ല എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, വിഷ്ണു അച്ഛൻ വന്നാൽ മതി, വിഷ്ണു അച്ഛൻ വരുമോ ഇല്ലയോ സമ്മതിക്കുകയാണെന്ന് ഞാൻ ഇപ്പോൾ സത്യയോട് വിളിച്ച് പറയാൻ പോവുകയാണെന്ന് പറയുമ്പോൾ മോളെ അത് ശരിയാവില്ല എന്നൊക്കെ വിഷ്ണു പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പപ്പിയും ഓടി പോവുകയാണ്. എന്നിട്ട് തിരിഞ്ഞെന്ന് പറയുന്നുണ്ട്, ഇനി മാറ്റി പറയുന്നും വേണ്ട, നാളെ എന്തായാലും വിഷ്ണു അച്ഛൻ എങ്ങനെയും നാളെ സ്കൂളിൽ എത്തിയിരിക്കണം, ഞാൻ സത്യയോട് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഓടി പോവുകയാണ്. അന്നേരം ഇത് കേൾക്കുന്ന സത്യഭാമയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. അപ്പോൾ വല്ലവൻ്റെയും കൊച്ചിൻ്റെ അച്ഛനായിട്ട് വേഷം കെട്ടാനായിട്ട് തയ്യാറായി നിൽക്കുകയാണല്ലേ എൻ്റെ മോൻ, ഈ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ആ വേഷം കെട്ടി ആടാനായിട്ട് നിന്നെ ഞാൻ സമ്മതിക്കില്ല, നാളെ ആവട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭാമ അങ്ങ് കയറി പോകുന്നുണ്ട്. അന്നേരവും വിഷ്ണു ആണെങ്കിൽ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ വിഷ്ണു ആണെങ്കിൽ ഉമ്മറത്ത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സമയത്ത് രാഘവൻ നായർ അവിടത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പിള്ളയും ഒക്കെ ഉണ്ട്. അന്നേരം നീ പുറത്തേക്കെങ്ങാനും പോകുന്നുണ്ടോ എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ വിഷ്ണു ശ്രദ്ധിക്കുന്നില്ല. വിഷ്ണു ആലോചിച്ച് നിൽക്കുകയാണ്. തുടർന്ന് രോഹിത്തും ശ്യാമയും പപ്പിയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം നീ പുറത്തേക്ക് പോകുന്നില്ലേ, എങ്ങും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല അച്ഛൻ എന്തെങ്കിലും ചോദിച്ചു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം നീ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ, നീ പുറത്തേക്കെങ്കിലും പോകുന്നെങ്കിൽ കുറച്ച് മരുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം രോഹിത്ത് പറയുന്നുണ്ട്, മരുന്നിൻ്റെ ചീട്ടിങ് എന്നാൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരാമെന്ന്. അന്നേരം വേണ്ട, നീ ഇന്ന് സ്കൂളിൽ ഫാദേഴ്സ് ഡേ ആയിട്ട് പോവുകയല്ലേ, അപ്പോൾ തിരക്കൊക്കെ ആയിരിക്കും, അവൻ പോയി വാങ്ങിച്ചോളും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ആലോചിച്ചും പപ്പിയെ നോക്കുന്നുണ്ട്. പപ്പി വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഭാമയും അങ്ങോട്ടത്തേക്ക് ഇറങ്ങി വരികയാണ്. തുടർന്ന് ശ്യാമ പറയുന്നുണ്ട്, അപ്പോൾ നല്ല മിടുക്കിയായിട്ട് സ്കൂളിൽ പോയിട്ട് അച്ഛനും മോളും എല്ലാത്തിലും പങ്കെടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ അച്ഛനും പങ്കെടുക്കണോ എന്നിങ്ങനെ രാഘവൻ നായർ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പിന്നെ ഓരോരോ കോപ്രായങ്ങൾ എന്തോന്ന് പ്രോഗ്രാം നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ അവർക്ക് ഇന്നത്തെ ദിവസം ക്ലാസ്സും എടുക്കണ്ടല്ലോ എന്നും പറഞ്ഞ് സത്യഭാമ അങ്ങോട്ട് പരിഹസിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, പഠിത്തത്തോടൊപ്പം കുട്ടികൾക്ക് മാനസിക ഉല്ലാസവും ഒക്കെ വേണം, ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് കുട്ടികൾ എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെയൊക്കെ ഇരിക്കണം. ഞാനിത് ആരോടാ പറയുന്നത്, സ്കൂളിൽ പോകുമ്പോൾ സാറ്റണി കളിക്കാനാണ് ചോദിക്കുന്നവരോടല്ലേ എന്നിങ്ങനെ പറഞ്ഞ് ഭാമയെ കളിയാക്കുകയാണ്. അന്നേരം അത്രയ്ക്ക് പറഞ്ഞ് എന്നെ കൊച്ചാക്കിയൊന്നും വേണ്ട, അധികം തരക്കേടില്ലാതെ ഞാനും പഠിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉയർന്ന ക്ലാസ്സിലേക്ക് പോകാൻ പറ്റിയില്ല, പിന്നെ ഞാൻ പഠിക്കാൻ പോകുമ്പോൾ ഇത്രയും കോപ്രായങ്ങളൊന്നും ഇല്ലായിരുന്നു, ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ അവിടെ ആ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. തുടർന്ന് രോഹിത്ത് ചോദിക്കുകയാണ്, അല്ല വിഷ്ണു ബ്രോയ് സ്കൂളിൽ വരുന്നെന്ന് പപ്പി മോള് പറഞ്ഞു എന്ന്. അന്നേരം വിഷ്ണു ഇങ്ങനെ എല്ലാവരെയും നോക്കുന്നുണ്ട്. ശ്യാമയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം നീ എന്തിനാ സ്കൂളിൽ പോകുന്നത് എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ അതിന് മുന്നേ പപ്പിയാണെങ്കിൽ വിഷ്ണുവിനെ ഇങ്ങനെ ചുരണ്ടിയിട്ട് വരില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം മിണ്ടരുതെന്നൊക്കെ ഇങ്ങനെ വിഷ്ണു കാണിക്കുന്നുണ്ട്. അന്നേരമാണ് പിന്നെ നീ എന്തിനാ സ്കൂളിൽ പോകുന്നത് ഇങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ വിഷ്ണുവിന് ആദ്യം ഉത്തരം കിട്ടുന്നില്ല. പപ്പിയെ
തന്നെ ഇങ്ങനെ നോക്കുകയാണ്. നിൻ്റെ ആരെങ്കിലും സ്കൂളിൽ പഠിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അല്ല രോഹിത്തിൻ്റെയും പപ്പിമോളുടെയും പെർഫോമൻസ് കാണാനായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ അതല്ലാതെ വേറൊന്നിനും അല്ലല്ലോ, ആ കൊച്ചിൻ്റെ തന്തയില്ലാത്ത കൊച്ചിനെ അച്ഛനാവാൻ വല്ല ഉദ്ദേശവും തന്തയാകാനായിട്ട് വല്ല ഉദ്ദേശവും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണുവിന് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. വിഷ്ണു പറയുകയാണ്, അമ്മയെക്കുറിച്ച് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ, സത്യമോള് നമുക്ക് അന്യൊന്നും അല്ലല്ലോ, പപ്പിമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നിങ്ങനെ വിഷ്ണു ദേഷിച്ച് ചോദിക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പിന്നെ സത്യഭാമയുടെ ആ സംസാരം കേൾക്കുമ്പോൾ എന്തുവാന്നും പറഞ്ഞിങ്ങനെ വഴക്ക് പറയുന്നുണ്ട്. തുടർന്ന് ഭാമ പറയുകയാണ്, അതുകൊണ്ടൊന്നുമല്ല, ആ ശാലിനിയുടെ കുഞ്ഞായതുകൊണ്ടല്ലേ നീ അങ്ങോട്ട് ചാടി പുറപ്പെടുന്നത്, വേഷം കെട്ടാനായിട്ട് ഒഴിവാക്കുന്ന സ്ഥലങ്ങളിൽ ഒഴിവാക്കപ്പെടുക തന്നെയാണ് വേണ്ടത്, അല്ലാതെ വലിഞ്ഞേറി വീണ്ടും വീണ്ടും ചെല്ലുകയല്ല കുടുംബത്തിൽ പിറന്നവർക്ക് ചെയ്യുന്ന പണി. പിന്നെ അവൾക്ക് ഇതുവരെ അതിനൊരു ഉത്തരം പറയാനായിട്ട് സാധിച്ചില്ലല്ലോ, ആ കൊച്ചിൻ്റെ തന്ത ആരാണെന്ന് എന്നൊക്കെ പറഞ്ഞ് ഭാമ അങ്ങ് സത്യയെക്കുറിച്ചും ശാലിനിയെക്കുറിച്ചും ഒക്കെ അങ്ങോട്ട് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു ആണെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അന്നേരം രാഘവൻ നായർ പറയുന്നുണ്ട്, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുമ്പോൾ ഇതിനെന്തായാലും ഞാൻ വിടില്ല, അച്ഛനില്ലാത്തൊരു കൊച്ചിൻ്റെ തന്തയാകാനായിട്ട് എൻ്റെ മോനെ എന്തായാലും വിടില്ല, ഞാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അതിന് തീരുമാനമുണ്ടാകട്ടെ, അതിൻ്റെ അച്ഛൻ ആരാണെന്ന് നമ്മൾ പറയട്ടെ എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ വിഷ്ണു വെച്ചാൽ എന്നിങ്ങനെ പപ്പിയാണെങ്കിൽ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, അമ്മേ ഞാൻ പപ്പി മോൾക്ക് വാക്ക് കൊടുത്തതാണ്, ഞാൻ എന്തായാലും സ്കൂളിൽ പോകും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു റെഡിയാകാനായിട്ട് അങ്ങ് മുകളിലേക്ക് കയറി പോവുകയാണ്. തുടർന്ന് ഭാമ രാഘവൻ നായരോട് എല്ലാവരോടുമായിട്ട് പറയുകയാണ്, എൻ്റെ സമ്മതത്തോടെ അവൻ എന്തായാലും പോയില്ല, അവനെ ഞാൻ വിടത്തുമില്ല. എന്നിട്ട് രോഹിത് അങ്ങനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് വിഷ്ണു വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. അന്നേരം നീ എന്താണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്, കൊച്ചിനെ വിളിച്ചുകൊണ്ട് സ്കൂളിൽ പോകാൻ നോക്കുമെന്ന് പറയുകയാണ്. അന്നേരവും രോഹിത് തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താണ് നോക്കി നിൽക്കുന്നത്, അങ്ങോട്ട് പോകുമെന്ന് പറയുമ്പോൾ രോഹിത് ആണെങ്കിൽ പപ്പി മോളെ വാ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അന്നേരം അച്ഛൻ വിഷ്ണു അച്ഛൻ എന്നിങ്ങനെ പറയുമ്പോൾ നിന്ന് ചിണങ്ങാതെ സ്കൂളിൽ പോടിയെന്നും പറഞ്ഞ് സത്യഭാമ അങ്ങോട്ട് ദേഷിക്കുകയാണ്. ശ്യാമ പോകുന്നില്ല, രോഹിത്തും ആണെങ്കിൽ പപ്പിയെ വിളിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. അവനെ എന്തായാലും ഞാൻ വിടില്ല, നീ അവനെ നോക്കി സമയം കളയൊന്നും വേണ്ട എന്നൊക്കെ രോഹിത്തിനോട് ഭാമ പറയുന്നുണ്ട്. തുടർന്ന് പപ്പിയും കൊണ്ട് രോഹിത്ത് പോയ ശേഷം സത്യഭാമയാണെങ്കിൽ ഒരു ഫാദേഴ്സ് ഡേ എന്നും പറഞ്ഞ് കളിയാക്കിയിട്ട് വിഷ്ണുവിൻ്റെ മുറിയിലേക്ക് കയറി പോവുകയാണ്. തുടർന്ന് ഭാമയാണെങ്കിൽ മുകളിലേക്ക് ചെല്ലുമ്പോൾ വിഷ്ണു ഇങ്ങനെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്, തലയൊക്കെ കോതിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം അമ്മയെ ധിക്കരിച്ച് നീ പോകാൻ തന്നെ തീരുമാനിച്ചു എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ പപ്പിമോൾക്ക് വാക്ക് കൊടുത്തതാണ്, എനിക്ക് പോയേ പറ്റൂ എന്നും പറഞ്ഞ് വിഷ്ണു റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം പിന്നെ സത്യയുടെ കാര്യത്തിൽ എനിക്കൊരു വ്യക്തമായ തെളിവ് കിട്ടാത്തോളം കാലം നീ അവരുമായിട്ട് യോജിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല, നിന്നെ വിടില്ല എന്നും ആ കൊച്ചിൻ്റെ വേഷം കെട്ടാനായിട്ട് ഇവിടെ നിന്ന് വിടില്ല എന്നുള്ളത് ഈ സത്യഭാമയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് നിന്നെ വിടാതിരിക്കാനായിട്ട് ഏതു മാർഗവും ഈ ഭാമ സ്വീകരിക്കും, അതിനേക്ക് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ഭാമ അങ്ങോട്ട് പറയുമ്പോൾ വിഷ്ണു ശ്രദ്ധിക്കുന്നില്ല. വിഷ്ണു ആണെങ്കിൽ തലയൊക്കെ കോതി ഇങ്ങനെ തടിയൊക്കെ കോതി ഒതുക്കി കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഭാമ വിഷ്ണുവിനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പെട്ടെന്ന് ഡോർ അങ്ങ് ലോക്ക് ചെയ്യുകയാണ് വെളിയിൽ നിന്നുകൊണ്ട്. അന്നേരം ആണ് വിഷ്ണുവിന് ആ സംഭവം മനസ്സിലാകുന്നത്. അന്നേരം അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു ചീപ്പ് എടുത്ത് എറിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പക്ഷേ ഭാമ ലോക്ക് ചെയ്ത് താക്കോൽ എടുത്തു കഴിഞ്ഞിരുന്നു. അന്നേരം എന്തേ അമ്മയെ കഥ തുറക്ക് എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണുവോടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ സത്യഭാമയാണെങ്കിൽ വിഷ്ണുവിനെ വിടാൻ പറ്റാത്ത ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ താക്കോൽ ഇങ്ങനെ പൊക്കി പിടിച്ച് കറക്കി നിൽക്കുകയാണ്. ഈ ഒരു സീനോടുകൂടി ഈ പുതിയ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പക്ഷേ വിഷ്ണു പോവുക തന്നെ ചെയ്യും, സ്കൂളിൽ പോവുക തന്നെ ചെയ്യും, സത്യയോടൊപ്പം മത്സരങ്ങളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യും, വിഷ്ണു ജയിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള സീനൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് പുതിയ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനിടയ്ക്കൊക്കെ ഈ സ്കൂൾ ഗ്രൗണ്ടും ട്രോഫികൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നതും ആ ഗ്രൗണ്ടും ഒക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.